dears, welcome to our new psychology classes. I am your psychology faculty Fatima Sherin. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് SGVU MA സൈക്കോളജി തേർഡ് സെമ്മിലെ ഒരു പേപ്പറാണ്. അതായത് മാരേജ് ആൻഡ് ഫാമിലി കൗൺസിലിംഗ് എന്നുള്ള ഒരു പേപ്പറാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ സൊസൈറ്റിയിലെ ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ത് ഫാമിലി എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഫാമിലി എന്താണ് നമ്മൾ മലയാളത്തിൽ എന്ത് പറയും? അതിനെ കുടുംബം എന്ന് പറയും അല്ലേ. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാകുന്നതാണ് കുടുംബം എന്ന് നമ്മൾക്ക് മലയാളികൾക്കിടയിൽ പൊതുവേ ഒരു സംസാരമുണ്ട് അല്ലേ. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ഒരു ഫാമിലിക്ക് എന്തൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ ഡെഫിനിഷൻ എന്താണ്, തിയറീസ് എന്താണ്. അപ്പോൾ ഒരു ഫാമിലി ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താണ് ഫസ്റ്റത്തെ ഒരു പ്രൊസീജിയർ ആണല്ലേ മാരേജ് എന്നുള്ളത്. അതായത് മാരേജിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ്, അതിന്റെ തിയറീസ്, ഡെഫിനിഷൻസ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഒരു മാരേജ്, അതായത് നമുക്ക് മുൻകാലങ്ങളിൽ ഒരു 10-20 വർഷം മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു മാരേജ് രീതിയല്ല നമ്മളുടെ ഈ ഒരു 20s അല്ലേ. അതായത് ഈ ഒരു 20s ആ ഒരു ഇതോട് കൂടി എന്താണ് അതിൽ പല ഡിഫറൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇൻഡസ്ട്രിയലൈസേഷൻ ഒക്കെ നമുക്ക് മേജർ ആയിട്ടുള്ള ഒരു കാരണമാണല്ലേ നമ്മുടെ ആ ഒരു മാരേജ് സെറ്റിങ്സിനൊക്കെ. അതായത് പുതുതലമുറയും പഴയ തലമുറയും എന്താണ് നല്ല ഒരു ജനറേഷൻ ഗ്യാപ്പ് തന്നെ ഉണ്ട്. അപ്പൊ എന്തൊക്കെയാണ് ആ മാറി വരുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. സോ നമുക്ക് ഒരു ഫാമിലിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫാമിലി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു 30 വർഷങ്ങൾക്ക് മുന്നേ എങ്ങനെയായിരുന്നു നമ്മുടെ ആ ഒരു ഫാമിലിന്റെ കൾച്ചർ ഉണ്ടായിരുന്നത്? അതായത് മുതിർന്ന ഒരു കാരണവരുണ്ടാവും, പിന്നെ അവരുടെ എന്താണ് മക്കളൊക്കെ ഒരു വീട്ടിൽ താമസിക്കുന്ന ഒരു കൂട്ടുകുടുംബം എന്നുള്ള ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് അല്ലേ. അതിൽ ആ ഒരു കാരണവരായിരിക്കും അതിലെല്ലാവരുടെ കാര്യങ്ങളും നോക്കുന്നത്. എന്താണ്, അവർക്ക് കുടുംബ സ്വത്തായിട്ട് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും, കൃഷിയും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലാണ് ഈ ഒരു വലിയ കൂട്ടുകുടുംബം ജീവിച്ചു പോന്നിട്ടുണ്ടായിരുന്നത്. പിന്നീട് എന്താണ്, അങ്ങനെ ഓരോ ജസ്റ്റ് ഇങ്ങനെ അണുകുടുംബമായിട്ട് മാറാൻ തുടങ്ങി അല്ലേ. ആ ഒരു ജോയിന്റ് ഫാമിലിയിൽ നിന്ന് അണുകുടുംബമായിട്ട് മാറാൻ തുടങ്ങി. ആ ഒരു സമയത്ത് എന്താണ്, അവിടെ അച്ഛൻ ജോലിക്ക് പോകുന്നു, അമ്മ എന്താണ് കുട്ടികളൊക്കെ നോക്കിയിട്ട് വീട്ടിലെ ജോലിയൊക്കെ ചെയ്തിട്ട് വീട്ടിലിരിക്കുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടമാണ് പിന്നീട് ഉണ്ടായിരുന്നത് അല്ലേ. എന്താണ് അപ്പോൾ എന്താണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിട്ടുണ്ടായിരുന്നില്ല സ്ത്രീകളൊന്നും. അവര് എന്താണോ തങ്ങളുടെ ഹസ്ബൻഡ് കൊണ്ടുവരുന്നത് അത് വെച്ചിട്ട് എന്താണ് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഒരു മുന്നോട്ട് പോകുന്ന രീതിയാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോ ഈ ഒരു നമ്മുടെ ഈ റീസെന്റ് ആയിട്ട് എന്താണ് ഒരു 10-15 വർഷങ്ങൾക്ക് ആയിട്ട് എന്താണ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ എന്താണ് സ്ത്രീകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. അതായത് അവർക്കും ജോലി ചെയ്യണം, അവർക്കും എന്താണ് കുറച്ച് എന്താണ് ഇൻഡിപെൻഡൻസ് വേണം, അതായത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസ് വേണം എന്നുള്ള ആ ഒരു ചിന്താഗതി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഫാമിലി ലൈഫ് മുന്നോട്ട് പോകുന്നത്? അവര് രണ്ടുപേരും ജോലിക്ക് പോകുന്നു, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ജോലിക്ക് പോകുന്നു, അവരെന്താണ് കുട്ടികളെ ഒരുമിച്ച് നോക്കുന്നു. അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു ഷെയർ, അതായത് ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഈക്വാലിറ്റി, അങ്ങനത്തെ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ അവർ മുന്നോട്ട് പോകുന്നത് അല്ലെ. എന്താണ് വീട്ടിൽ ജോലി ആവട്ടെ രണ്ടാളും ഷെയർ ചെയ്ത് ചെയ്യുന്നു, കുട്ടികളെ നോക്കുന്നതാണെങ്കിലും അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ച് വരുന്നത്. അപ്പോൾ നമുക്ക് മാരേജ് എന്താണ്, അതിന്റെ ഫങ്ഷൻസ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻസ് എന്താണ് ഒക്കെ നമുക്ക് വഴിയെ ഇങ്ങനെ പഠിച്ചു പോവാം. ഓക്കെ, സോ നമുക്ക് നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ചേഞ്ചിങ് ഫേസസ് ഓഫ് മാരേജ് ഹിസ്റ്ററിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യാം. അപ്പൊ അതിലെന്താണ് പറയുന്നത്, മാരേജ് എന്താണ്, അതിന്റെ ഡെഫിനിഷൻസ് എന്താണ്. നമുക്കറിയാം ഒരു ഫാമിലിയിൽ എന്താണ്, ഒരു ഫാമിലി സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, 2 വ്യക്തികളുടെ ആ ഒരു യൂണിയൻ കൊണ്ടാണല്ലേ. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിന്റെ എന്താണ് ഡെഫിനിഷൻസ്, തിയറീസ് ഒക്കെ, അതിന്റെ ഹിസ്റ്ററി ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് ചേഞ്ചിങ് ഫേസസ് ഓഫ് മാരേജ് എന്ന് പറയുമ്പോൾ നമുക്ക് മുൻ കാലഘട്ടങ്ങളിൽ എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞു, എന്താണ് വീട്ടുകാർ എന്താണ് പറഞ്ഞുണ്ടാക്കുക, അതായത് പറഞ്ഞ് ഉറപ്പിച്ചിട്ടുള്ള ആ ഒരു കല്യാണത്തിന് എന്താണ് ചെക്കനും പെണ്ണും സമ്മതിക്കുന്നു, അവർ ഫാമിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടമായിരുന്നു അല്ലേ. അപ്പോൾ എന്താണ് ഈ ഒരു ചേഞ്ചിങ് ലൈഫ്, അതായത് റീസെന്റ് എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മുടെ ആ ഒരു ഫാമിലിയിൽ എന്താണ് മാരേജ് എന്നുള്ള ആ ഒരു പ്രോസസ്സിന് ഉണ്ടായിട്ടുള്ളത്, അതിന്റെ ഒരു ഹിസ്റ്ററി എങ്ങനെയായിരുന്നു, അതൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് എന്താണ്, മാരേജ് എന്താണ്, അതിന്റെ ഒരു ഡെഫിനിഷൻ എന്താണ്. അതായത് ആന്ത്രോപോളജിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളൊക്കെ എന്താണ് ധാരാളം ഡെഫിനിഷൻസ്, അതായത് അവർ ധാരാളം സ്റ്റഡീസ് ഈ ഒരു മാരേജിന്റെ കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോ ഡെഫിനിഷൻസ് നമുക്ക് നോക്കാം. മരിയം വെബ്സ്റ്റർ എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു ആന്ത്രോപോളജിസ്റ്റിന്റെ നമുക്ക് ഒരു ഡെഫിനിഷൻ നോക്കാം. മാരേജ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് യുണൈറ്റഡ് ടു എ പേഴ്സൺ ഓഫ് ദ ഓപ്പോസിറ്റ് സെക്സ് ആസ് ഹസ്ബൻഡ് ഓർ വൈഫ് in a consensual and contractual relationship recognized by law or the institutions whereby individuals
ആർ യൂണിയൻ ഇൻ മാരേജ് ഓർ ആൻ ഇന്റിമേറ്റ് ക്ലോസ് യൂണിയൻ. അതായത് ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒരു മെയിൽ ആവട്ടെ ഫീമെയിൽ ആയിട്ട് അവരെന്താണ് ഒരു സെർട്ടൻ ലോന്റെ എന്താണ് ഒരു ബേസിസിൽ അവരൊരു കോൺട്രാക്ട്, അതായത് ഒരു ജീവിതം, ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതം എന്താണ് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ള ഒരു കോൺട്രാക്ടിന്റെ ബേസിസിൽ, അതായത് സെർട്ടൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ ബേസിസിൽ എന്താണ് അവരൊരു ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലേ. അതായത് അവരുടെ ഒരു യൂണിയൻ, ഒരു മെയിലിന്റെയും ഫീമെയിലിന്റെയും യൂണിയൻ ആണ് മാരേജ് എന്നാണ് മരിയം വെബ്സ്റ്ററിന്റെ ഒരു ഒപ്പീനിയൻ. ഇനി അത് ജസ്റ്റ് വേറൊരു ഡെഫിനിഷൻ കൂടി നമുക്ക് നോക്കാം. മാരേജ് ഈസ് എ സോഷ്യൽ യൂണിയൻ ഓർ ലീഗൽ കോൺട്രാക്ട് ബിറ്റ്വീൻ പീപ്പിൾ ദാറ്റ് ക്രിയേറ്റ് കിൻഷിപ്പ്. അതായത് ഒരു സോഷ്യൽ യൂണിയൻ ആണ്. നമ്മളൊക്കെ എന്താണ് സോഷ്യൽ അനിമൽസ് എന്നാണല്ലോ നമ്മൾ ഹ്യൂമൻ ബീങ്സിനെ അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് ഒരു സോഷ്യൽ യൂണിയൻ ആണ്, എന്താണ് വിത്ത് എ ലീഗൽ കോൺട്രാക്ട്. ലീഗലി ഒരു കോൺട്രാക്റ്റ് ഉള്ള ഒരു സോഷ്യൽ യൂണിയൻ ആണ് നമ്മൾ മാരേജ് പറയുന്നത്. അവിടെ എന്താണ് ആ ഒരു പീപ്പിൾ ക്രിയേറ്റ് ചെയ്ത് എന്താണ് ഒരു കിൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് അവരവിടെ ആ ഒരു ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനാണ് മാരേജ് എന്നാണ് മറ്റൊരു ഡെഫിനിഷൻ. പിന്നീട് ആന്ത്രോപോളജിസ്റ്റ് ആയിട്ടുള്ള എഡ്വേർഡ് വാസ്റ്റർമാർക്ക് അദ്ദേഹത്തിന്റെ ഒരു ഡെഫിനിഷനും കൂടെ ഉണ്ട്. നമുക്കത് ജസ്റ്റ് നോക്കാം. എ മോർ ഓർ ലെസ് ഡ്യൂറബിൾ connection between male and female lasting beyond the mere act of propagation till after the birth of offspring. അതായത് ഒരു മെയിലും ഫീമെയിലും അവരുടെ ആ ഒരു ലൈഫ് എന്ന ജേർണി സ്റ്റാർട്ട് ചെയ്യാണ് ഒരുമിച്ച്. അതിലെന്താണ് അവർ നെക്സ്റ്റ് ജനറേഷന് പ്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് അടുത്ത ഒരു ഓഫ്സ്പ്രിങ്ങിന് ജന്മം നൽകുക എന്നുള്ള ആ ഒരു കർത്തവ്യത്തോട് കൂടി എന്താണ് അവരുടെ ആ ഒരു ലൈഫ് ജേണി ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതിനാണ് അദ്ദേഹം എന്താണ് മാരേജ് എന്ന ഒരു കൺസെപ്റ്റിന് അദ്ദേഹം കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ. പിന്നീട് അദ്ദേഹത്തിന് ധാരാളം ക്രിറ്റിസിസംസ് ഉണ്ടാവണം. അതായത് ഓരോ കൾച്ചറിലും നമ്മുടെ ആ ഒരു മാരേജിന്റെ ഡെഫിനിഷൻ മാറുന്നുണ്ട് അല്ലേ. അതായത് ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടായിരിക്കും മാരേജിനെ കുറിച്ച് ഉണ്ടാവുക. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു മാരേജ് എന്നുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനെ അദ്ദേഹം മാറ്റി, അദ്ദേഹത്തിന്റെ ആ ഒരു ഡെഫിനിഷന് അദ്ദേഹം ചേഞ്ച് ആക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് എന്താ പറയാ, അദ്ദേഹം മാറ്റിയിട്ടുള്ള ആ ഒരു ഇതാണ്, അതായത് അദ്ദേഹത്തിന്റെ ആ ഒരു ഡെഫിനിഷനെ മാറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് മാരേജ് ഇസ് എ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ എ വിമൻ and one or more other persons which provides that a child born to the women under circumstances not prohibited by the rules of the relationship is accorded full birth status, rights common to normal members of ഹിസ് സൊസൈറ്റി ഓർ സോഷ്യൽ സ്ട്രാറ്റം. അതായത് ഒരു സൊസൈറ്റിയിൽ എന്താണ് അവർ ഒരുമിച്ച്, അതായത് ഒരു വിമനും അതായത് മറ്റുള്ള ഒരു ആരാണോ അവരുടെ ആ ഒരു പാർട്ട്ണർ, അവർ ഒരുമിച്ചൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ട്? അവരുടെ ആ ഒരു നെക്സ്റ്റ് ജനറേഷനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്താണ് അത് ലീഗലി ആവണം എന്നില്ല. അപ്പൊ നമ്മൾ പല കൾച്ചേഴ്സ് കേട്ടിട്ടില്ലേ, അതായത് വെസ്റ്റേൺ കൾച്ചേഴ്സിലൊക്കെ എന്താണ് അവിടെ ലിവിങ് ടുഗദർ, അങ്ങനെ ഇപ്പൊ നമ്മുടെ നാട്ടിലും അത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഡിഫറെന്റ് കൾച്ചേഴ്സിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകളുടെ ഒരു ആസ്പെക്റ്റിൽ അവരൊരു പുതിയ ജീവിതം തുടങ്ങുകയാണ്. അതായത് ഓരോരുത്തരും പെർസ്പെക്റ്റീവിലാണ് പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഡെഫിനിഷൻസിൽ അദ്ദേഹം ചേഞ്ച് വരുത്തിയിട്ടുള്ളത് അല്ലേ. എല്ലാവർക്കും അവരുടേതായ ഒരു കാഴ്ചപ്പാടാണ് ഒരു മാരേജിനെ കുറിച്ച് ഉണ്ടാവുക. അപ്പൊ എന്താണ് വിമനാണ് എന്ത് ആ ഒരു ഓഫ്സ്പ്രിങ്ങിനെ എന്താണ് നെക്സ്റ്റ് ജനറേഷൻക്ക് വേണ്ടിയിട്ട് ക്യാരി ചെയ്തിട്ട് പ്രസവിക്കുന്നത് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട്, അതായത് വൺ ഓർ മോർ അതർ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ പേഴ്സൺസിനെ എന്താണ് അവർ ആ ഒരു യൂണിയൻക്ക് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവരുമായിട്ടാണ് അവരുടെ ആ ഒരു ബാക്കിയുള്ള ലൈഫ് ജേർണി അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഇതിനും പല എന്താണ് ക്രിറ്റിസിസംസ് വരികയാണ് അല്ലേ. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മളുടെ ഒരു നാട്ടിൽ തന്നെ എന്താണ് ആദ്യമൊക്കെ മെയിൽസ് ഫീമെയിൽസിനെ എന്താണ് മാരേജ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ പല രീതിക്ക്, അതായത് സെയിം സെക്സ് ആയിട്ടുള്ളവരെ വിവാഹം ചെയ്യുക, അങ്ങനെ പല കൺസെപ്റ്റുകളും നമുക്ക് ഇടയിൽ ഇപ്പോൾ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ മാറി വരുന്ന, അതായത് മാരേജിൽ മാറി വരുന്ന കൺസെപ്റ്റുകളെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. പണ്ട് നമ്മൾ പറഞ്ഞു, ആ ഒരു ഹസ്ബൻഡ് ആരാണോ അവർ ജോലിക്ക് പോകുന്നു, അവരുടെ വരുമാനം കൊണ്ട് അവരുടെ ഭാര്യയും മക്കളും കഴിഞ്ഞു പോകുന്നു, അങ്ങനത്തെ ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് അല്ലേ. പിന്നീട് എന്താണ് സ്ത്രീകൾക്ക് അവർക്കും ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം. പിന്നെന്താണ് ആ ഒരു കാലഘട്ടത്തിൽ ധാരാളം എന്താണ് ഗാർഹിക പീഡനങ്ങൾ സ്ത്രീകൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, നമുക്കറിയാൻ പറ്റും. പിന്നെ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ അവർ നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കണക്കിലെടുത്തിട്ട് അവരെന്താണ് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസി തങ്ങൾക്കും വേണം എന്ന് വിചാരിച്ചിട്ട് വിമൻ എന്താണ് അവർക്ക് വേണ്ട ജോലികളൊക്കെ
എഡ്യൂക്കേഷനിലൂടെ അല്ലെങ്കിൽ അവർക്ക് അറിയാവുന്ന ഒരു സ്കില്ല് യൂസ് ചെയ്തിട്ട് അവരും ജോലിക്ക് വേണ്ടി ശ്രമിക്കുകയാണല്ലേ. അതായത് ഇന്നത്തെ ഒരു തലമുറ എന്ന് അങ്ങനെയാണല്ലോ. അപ്പോൾ നമുക്കെന്താണ് ആ ഒരു ചേഞ്ചിങ് ഫേസസ് എന്ന് പറയുമ്പോൾ മുന്നേ എന്താണ് ആ ഒരു പവർ അല്ലെങ്കിൽ ഒരു അതോറിറ്റി ആരായിരുന്നു, ഹസ്ബൻഡ് ആയിരുന്നു. അവര് പറയുന്നത് അനുസരിക്കുക ഭാര്യയും മക്കളും, അങ്ങനത്തെ ആ ഒരു കൺസെപ്റ്റ് ആണ് ഉണ്ടായിരുന്നത്. പിന്നീട് എന്താണ് ഇപ്പോൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് അല്ലേ. അതായത് രണ്ടുപേരും ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ്, അവര് രണ്ടുപേരും സമ്പാദിക്കുന്നു, തങ്ങളുടെ മക്കളെ നോക്കുന്നു, അതേപോലെ ഈക്വലി ഫുഡൊക്കെ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ കുക്കിംഗ് ഒക്കെ എന്താണ് അവർ സ്വയം രണ്ടുപേരും ഷെയർ ചെയ്ത് ചെയ്യുന്നു. വാഷിംഗ് ആയിക്കോട്ടെ, കുട്ടികളെ നോക്കുന്നതായിക്കോട്ടെ, അതൊക്കെ എന്താണ് ഒരു ഈക്വൽ പാർട്ട്ണർഷിപ്പിൽ അല്ലേ. അങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ കണ്ടുവരുന്ന രീതി എന്ന് പറഞ്ഞാല്. അപ്പൊ എന്താണ് പഴയ കാലഘട്ടത്തിൽ നിന്ന് പുതിയ ഒരു തലമുറയിലേക്ക് മാറുമ്പോൾ എന്തൊക്കെയാണ് മാരേജിൽ എന്താണ് ഒരു കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ് ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. പണ്ട് കാലങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റും എന്താണ് അവിടെ 8ഉം 10ഉം കുട്ടികളായിരുന്നു. അതായത് മിനിമം ഒരു 5, 6, 7, 8 കുട്ടികൾ ഇല്ലാത്തൊരു വീടുണ്ടായിരുന്നില്ല. അതായത് 10 മുതൽ 15 ഒക്കെ കുട്ടികളായിരുന്നു ഒരു ഫാമിലി ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അത് എത്ര ദാരിദ്ര്യത്തിലാണെങ്കിലും ഒക്കെ ആ ഒരു കുട്ടികൾ ഉണ്ടാവും. ഇപ്പൊ എന്താണ് നമുക്ക് കാലക്രമേണ വന്നപ്പോ എന്താണ് അവര് വിമൻസും എന്താണ് ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ അവർക്ക് ആ ഒരു പരിധി ഉണ്ട് അല്ലെ. അതായത് ഒരു 2 കുട്ടികൾ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിക്കാണ് ഇപ്പൊ മാറിയിട്ടുള്ളത്. ചില കപ്പിൾസ് ആവട്ടെ അവർക്ക് എന്താണ് കുട്ടികളെ വേണ്ട എന്നുള്ള ആ ഒരു തീരുമാനത്തിലാണല്ലേ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിനൊക്കെ എന്താണ് അതിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്സ് രണ്ടിനും ഉണ്ട്. അതായത് മുന്നത്തെ ആ ഒരു ജനറേഷൻ ആവട്ടെ ഇപ്പോഴത്തെ ആ ഒരു ജനറേഷൻ ആവട്ടെ രണ്ടിനും എന്താണ് അതിൻ്റെതായ പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട് അല്ലേ. അതേപോലെ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും എന്താണ് അവരുടെ ആ ഒരു ഇഷ്ടത്തിൽ ജീവിക്കാനുള്ള റൈറ്റ് നമുക്ക് ഉണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ അവര് മുന്നോട്ട് പോവട്ടെ. ഇനി നമുക്ക് മാരേജിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് തിയറീസ് ഉണ്ട്, അതെന്തൊക്കെയാന്ന് ജസ്റ്റ് നോക്കാം. സോ മാരേജ് തിയറീസിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് ഫെമിനിസം പിന്നെന്താണ് കാൾ മാർക്സിന്റെ തിയറിയും ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇവർ രണ്ടുപേരും എന്താണ് നമുക്ക് ഈ ഒരു 2 തിയറീസും ഏകദേശം സെയിം ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ് നമുക്ക് തരുന്നത്. അതായത് ഫെമിനിസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ഈക്വൽ പാർട്ട്ണർഷിപ്പ്. അതായത് ഒരു മാരേജ് റിലേഷൻഷിപ്പിൽ ഈക്വൽ പാർട്ട്ണർഷിപ്പ് അതായത് ഹസ്ബൻഡിനും വൈഫിനും എന്താണ് ഈക്വൽ ചാൻസ് ആണ് അല്ലെ. അതായത് ഒരു വർക്ക് ചെയ്യുന്നതിലാവട്ടെ അല്ലെങ്കിൽ കുട്ടികളെ നോക്കുന്നതിലാവട്ടെ അല്ലെങ്കിൽ എന്താണ് അവര് കുക്കിംഗ്, ക്ലീനിങ്, അത്തരത്തിലൊക്കെ എന്താണ് 2 പേർക്കും തുല്യ പാർട്ട്ണർഷിപ്പാണ് ഉള്ളത് എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഫെമിനിസം എന്നുള്ള തിയറി എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്. അതേപോലെ കാൾ മാർക്സും എന്താണ് വിമൻസിനെ സപ്പോർട്ട് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. അതായത് അവരും വർക്ക് ചെയ്യട്ടെ, അവർക്ക് എന്താണ് പല മേഖലകളിലും അവർക്ക് അവരുടേതായിട്ടുള്ള സ്കിൽസ് ഉണ്ടാവൂലേ, അതായത് ഇൻട്രസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട ആ ഒരു പെർട്ടിക്കുലർ മേഖല അതിൽ അവര് എന്താണ് തിളങ്ങട്ടെ എന്ന് തന്നെയാണ് കാൾ മാർക്സ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ എന്താണ് മാരേജ് എന്താന്ന് നമ്മൾ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫാമിലി അല്ലെ. ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു ബ്ലഡ് റിലേഷൻഷിപ്പിലുള്ള ആളുകളുടെ ഒരു യൂണിയനാണ് ഫാമിലി എന്ന് പറഞ്ഞാൽ. അതായത് ഒരു ഫാദർ ഉണ്ടാവും, മദർ ഉണ്ടാവും, അവരുടെ ചിൽഡ്രൻ, അങ്ങനത്തെ ആ ഒരു ഫാമിലിനെ പറയാൻ എന്താണ് നമ്മൾ ന്യൂക്ലിയർ ഫാമിലി എന്ന് പറയും അല്ലെ. ഇനിയിപ്പോ ജോയിന്റ് ഫാമിലി ആണെങ്കിലോ അവരുടെ ഒരു ഗ്രേറ്റ് ഫാദർ ഉണ്ടാവും, ഒരു ഗ്രേറ്റ് മദർ ഉണ്ടാവും, അവരുടെ മക്കള്, അവരുടെ മക്കള്, അങ്ങനെയാണ് ജോയിന്റ് ഫാമിലി ഉണ്ടാവുക. അപ്പൊ എന്താണ് ഇപ്പൊ റീസെന്റ് എന്താണ് ആ ഒരു ജോയിന്റ് ഫാമിലി എന്നുള്ള ആ ഒരു കൾച്ചർ നമുക്ക് പൊതുവെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് അല്ലെ. ഇപ്പൊ എന്താണ് ഒക്കെ ഒരു ന്യൂക്ലിയർ ഫാമിലി എന്നുള്ള മോഡ്ക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത്. സോ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഫാമിലി എന്താണ്, ഒരു ഫാമിലി റിലേഷൻഷിപ്പ് എന്താണ്, പിന്നെ മാരേജ് എന്താണ്, ഒരു മാരേജിന്റെ പ്രോസസ് എന്താന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഫാമിലിന്റെ ആ ഒരു ഫാമിലി ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഹിസ്റ്ററി ഒക്കെ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.